അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ടാണ്. എന്താണ് എൻവയോൺമെൻറ്റ്, എൻവയോൺമെൻറ്റൽ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ വേരിയസ് സെഗ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ? സോ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ദ എൻവയോൺമെൻറ്റ് ഈസ് എ നാച്ചുറൽ വേൾഡ് അറൗണ്ട് us, അല്ലേ, വിച്ച് ഇൻക്ലൂഡ് ബോത്ത് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. എന്താണ് ബയോട്ടിക്, എന്താണ് അബയോട്ടിക്? ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ളവരെ എല്ലാവരെയും ബയോട്ടിക് ഫാക്ടേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ലൈക്ക് ദ ലിവിംഗ് ഓർഗാനിസം ഇൻ ദ സറൗണ്ടിങ്. അതിൽ പ്ലാന്റ്സ് വരാം, അനിമൽസ് വരാം, ഹ്യൂമൻ ബീങ്സ് വരാം. ഓക്കെ, അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അബയോട്ടിക് ഫാക്ടർ എന്ന് പറയുന്നത്? ഇറ്റ് മെയിൻലി ഇൻക്ലൂഡ് ദ ലൈറ്റ്, ടെമ്പറേച്ചർ. ജീവനില്ലാത്ത വസ്തുക്കളെല്ലാം നമുക്ക് എന്തെന്ന് പറയാം, അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയും. സോ അത്രേ ഉള്ളൂ. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇറ്റ്സ് കോമൺലി റെഫേഴ്സ് ടു നേച്ചർ ഓർ ഇറ്റ്സ് എ സം ഓഫ് ഓൾ ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് തിങ്സ് അറൗണ്ട് ആൻ ഓർഗാനിസം ഓർ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. മനസ്സിലായോ? എന്താണ് എൻവയോൺമെന്റ്? മനസ്സിലായോ? എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ വേൾഡ് ആണ്. അതിൽ എന്തൊക്കെയുണ്ട്? ജീവനുള്ള വസ്തുക്കളുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഏതാണ് ഇതിൻ്റെ ഒറിജിൻ? ഇറ്റ്സ് ഒറിജിൻ ഈസ് ഫ്രം ദി ഫ്രഞ്ച് വേർഡാണ്. എന്താണ് ഫ്രഞ്ച് വേർഡ് എന്ന് പറയുന്നത്? എൻവയോണർ എന്നാണ് ഫ്രഞ്ച് വേർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എറൗണ്ട് ഓർ സറൗണ്ടിങ്, അല്ലെങ്കിൽ എൻ സർക്കിൾ എന്ന് നമ്മൾ പറയും. സോ ദ ഒറിജിൻ ഓഫ് ദ ടേം എൻവയോൺമെന്റ് ഈസ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് എൻവയോണർ വിച്ച് മീൻസ് എറൗണ്ട് ഓർ എൻ സർക്കിൾ ഓർ സറൗണ്ടിങ്. ഇനി അതിൻ്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ ആണ്. സോ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ക്ലൈമറ്റ്, ബയോട്ടിക്, സോഷ്യൽ ആൻഡ് അതർ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസിങ് ആൻഡ് ഓർഗാനിസംസ് ഫോം, സർവൈവൽ ആൻഡ് ഡെവലപ്പ്. ഒരു ഓർഗാനിസത്തിൻ്റെ സർവൈവലും ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് എന്തെന്ന് പറയുന്നത്, എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ് എസെൻഷ്യൽ റിസോഴ്സസ് ഫോർ ലൈഫ് ആൻഡ് സപ്പോർട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലിവിംഗ് ഓർഗാനിസം ആൻഡ് നേച്ചർ. ഓക്കെ, എന്താണ് എൻവയോൺമെൻറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഇനി നമ്മൾ പഠിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് എൻവയോൺമെൻറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നേച്ചർ നോസ് ബെസ്റ്റ്. എന്താണ് ഈ നേച്ചർ നോസ് ബെസ്റ്റ് എന്ന് പറയുന്നത്? അതായത് വി ഷുഡ് വർക്ക് വിത്ത് നേച്ചർ, ഓക്കെ, നോട്ട് അഗൈൻസ്റ്റ്. അതായത് നമ്മൾ ഒരിക്കലും നമ്മുടെ നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഇൻസ്റ്റെഡ് ഓഫ് ട്രൈയിങ് ടു കൺട്രോൾ എ റിവർ ബൈ ബിൽഡിംഗ് ഡാംസ്, വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ക്യാൻ വർക്ക് വിത്ത് നാച്ചുറൽ ഫ്ലോ ടു ക്രിയേറ്റ് എ സസ്റ്റൈനബിൾ എക്കോസിസ്റ്റം. ഇത് ക്ലിയർ? അത് മനസ്സിലായോ? ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഓൾ ഫോം ഓഫ് ലൈഫ് ആർ ഇമ്പോർട്ടൻറ്റ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എവറി ലിവിംഗ് തിങ്സ്, അതായത് ഫ്രം ടൈനി മൈക്രോ ഓർഗാനിസംസ്, അല്ലെങ്കിൽ ടൈനി ആയിട്ടുള്ള കുഞ്ഞ് മൈക്രോസ്കോപ്പിക് ഓർഗാനിസം മുതൽ വലിയ ബ്ലൂ വെയിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ എക്കോസിസ്റ്റത്തിൽ വൈറ്റൽ റോള് ഉണ്ട് അവർക്ക്. സോ എവറി ഓർഗാനിസം ഹാസ് എ റോൾ ഇൻ ദ എക്കോസിസ്റ്റം. ഓക്കെ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്? എവറിത്തിങ് ഇസ് കണക്റ്റഡ്. ഓക്കെ, എല്ലാ ജീവജാലങ്ങളും എന്താണ്? കണക്റ്റഡ് ആണ്. ഓക്കെ, എന്താണ് ആ പറയുന്നതെന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് കണക്റ്റഡ്. എന്താണ് എവറിത്തിങ് ഈസ് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ? എല്ലാ കമ്പോണൻസും ഓഫ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇന്റർ ലിങ്ക്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പ്ലാന്റ് ഗ്രോ, എങ്ങനെയാണ് പുതിയൊരു പ്ലാന്റ് വരുന്നത്, എങ്ങനെയാണ് ഒരു സീഡ് ജെർമിനേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്? പോളിനേഷന്റെ സഹായത്തോടെ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് പോളിനേഷൻ? പോളിനേഷൻ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സിഗ്മ. അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ നിന്ന് വേറൊരു പ്ലാന്റിലേക്ക് പോളിനേറ്റേഴ്സിന്റെ സഹായത്തോടെയാണ് പോളിനേഷൻ നടക്കുന്നത്. സോ അതൊരു ഇന്റർലിങ്ക് ആണ്, അല്ലേ? അപ്പം ബിയോ ഇൻസെക്ട്സിന്റെയോ സഹായത്തോടെയാണ് അവിടെ എന്ത് നടക്കുന്നത്? പോളിനേഷൻ നടക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു രീതി ഞാൻ പറയാം, നമ്മുടെ ട്രീസ്, അല്ലേ, ട്രീസ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, അല്ലേ? ഈ ഓക്സിജൻ റിലീസ് ചെയ്തിട്ട് ഈ ഓക്സിജനാണ് ആര് റെസ്പിറേഷന് യൂസ് ചെയ്യുന്നത്? ഹ്യൂമൻ ബീങ്സ് റെസ്പിറേഷന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കണ്ടോ? സോ ഓൾ കമ്പോണൻസ് ഓഫ് ദ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർ ലിങ്ക്ഡ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്? എവറിത്തിങ് ചേഞ്ചസ്. അതെന്താ പറയുന്നത്? നേച്ചർ ഇസ് ഡൈനാമിക്, ഹ്യൂമൻ ആക്ഷൻ ക്യാൻ ഡിസ്റ്റർബ് ദിസ് ബാലൻസ്. അതായത് നമുക്കറിയാം, നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ആണ്, അല്ലേ? ചിലപ്പം നമുക്കറിയാം ഓരോ സമയത്തും ഓരോ ക്ലൈമറ്റ് ആണ്. ഇപ്പം സമ്മർ സീസൺ ഉണ്ട്, ഓട്ടം ഉണ്ട്, വിന്റർ ഉണ്ട്. ഇത് അല്ലാതെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം എന്ത് ചെയ്യുന്നു? ചേഞ്ചസ് ഉണ്ടാവുന്നു. അതാണ് ഇവിടെ പറയുന്നത് എവറിത്തിങ് ചേഞ്ചസ് എന്ന് പറയുന്നത്. എവറിത്തിങ് മസ്റ്റ് ഗോ സംവെയർ. ഓക്കെ, അതെന്താ പറയുന്നത്? ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് വേസ്റ്റ്, അത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വേസ്റ്റ് ഇത് ഡിസപ്പിയർ ആവുന്നില്ല. എസ്പെഷ്യലി ഇത് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. ബയോഡിഗ്രേഡബിൾ ആകുമ്പോൾ അത് ഡിഗ്രേഡ് ചെയ്ത് മാനുവലായിട്ട് തന്നെ പോകും. പക്ഷേ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കും അതുപോലെ ഗ്ലാസ് മെറ്റീരിയൽസും ഒക്കെ അത് എന്ത് ചെയ്യുന്നില്ല? ഡിസപ്പിയർ ചെയ്യുന്നില്ല. അത് എവിടെയെങ്കിലുമൊക്കെ കുഞ്ഞു കൂടും, അല്ലേ? അത് ആ കുഞ്ഞു കൂടി കിടക്കുന്ന വേസ്റ്റ് എന്താവും? നാളെ അത് എൻവയോൺമെന്റ് ഒരു ഇമ്പാക്ട് ആണ്, അല്ലെങ്കിൽ അത് നമ്മുടെ എൻവയോൺമെന്റ് ഡിസ്ട്രോയ് ആണ്, അല്ലെങ്കിൽ അതൊരു പൊല്യൂട്ടഡ് ആയിട്ട് മാറുകയാണ്. സോ അതാണ് എന്ത് പറയുന്നത്? എവറിത്തിങ് മസ്റ്റ് ഗോ സംവെയർ. ഓക്കെ, സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്? എർത്ത് ഈസ് ഫൈനൈറ്റ്. എന്താണ് എർത്ത് ഈസ് ഫൈനൈറ്റ് എന്ന് പറയുന്നത്? അവർ പ്ലാനറ്റ് ഹാസ് ലിമിറ്റഡ് റിസോഴ്സസ്. സോ കുറച്ച് ലിമിറ്റഡ് റിസോഴ്സേ ഉള്ളൂ. സോ വാട്ട് വി മസ്റ്റ് യൂസ് ദം വൈസ്ലി. ഓക്കെ, നമ്മൾ അത് നോക്കി കണ്ടുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റിസോഴ്സസ് യൂസ് ചെയ്യണം. സോ ഇങ്ങനെ റിസോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസർവിംഗ് വാട്ടർ, എനർജി ആൻഡ് അതർ നാച്ചുറൽ റിസോഴ്സസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ. നമ്മുടെ എൻവയോൺമെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം, അല്ലേ? സോ ദ ഹ്യൂമൻ മസ്റ്റ് പ്രൊട്ടക്ട് ആൻഡ് കെയർ ഫോർ എൻവയോൺമെന്റ്. ആസ് എ ഹ്യൂമൻ വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് ആൻഡ് കെയർ ഫോർ ദി എൻവയോൺമെന്റ്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി മസ്റ്റ് പ്ലാന്റ് ട്രീസ്, റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്ട്. ഇസ് ക്ലിയർ? പ്രിൻസിപ്പിൾസ് മനസ്സിലായോ? ഈ 7 പ്രിൻസിപ്പിൾസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് പഠിക്കണം. എന്തൊക്കെയാണ് 7 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? വർക്ക് വിത്ത് നാച്ചുറൽ പ്രോസസ്, നോട്ട് അഗൈൻസ്റ്റ് ദം. എവറി ഓർഗാനിസം ഹാസ് എ റോൾ ഇൻ ദ എക്കോസിസ്റ്റം ആൻഡ് ഓൾ കമ്പോണൻസ് ഓഫ് ദ എൻവയോൺമെന്റ് ആർ ഇന്റർലിങ്ക്ഡ്. നേച്ചർ ഇസ് ഡൈനാമിക്, ഹ്യൂമൻ ആക്ഷൻ ക്യാൻ ഡിസ്റ്റർബ് ദിസ് ബാലൻസ്. വേസ്റ്റ് നെവർ ഡിസപ്പിയർ, ഇറ്റ് മൂവ് ആൻഡ് ഇമ്പാക്ട്. Resources are limited, use them wisely and sustainable. Human must protect and care for the environment. Is it clear? Principles മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കുന്നത് സെഗ്മെന്റ്സ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് എൻവയോൺമെന്റ് ആണ്. ഓക്കെ, ഇതിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് സെഗ്മെന്റ്സ് എന്ന് പറയുന്നത്? നമ്മുടെ ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ,
നമ്മുടെ ലിത്തോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സെഗ്മെന്റ്സ് ഓഫ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹൈഡ്രോസ്ഫിയർ ആണ്. ഓക്കെ, എന്താണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്? ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇറ്റ് മെയിൻലി ഇൻക്ലൂഡ് ദ ഓഷൻ, റിവർ, ലേക്സ് ആൻഡ് ഓൾസോ വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ, ഗ്ലേഷ്യർ, ഐസ് ക്യാപ്സ് ആൻഡ് ഓൾസോ ദ വാട്ടർ വേപ്പർ. ഓക്കെ, മോയ്സ്ചർ ഇൻ ദ എയർ. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് സപ്പോർട്ട് അക്വാട്ടിക് സിസ്റ്റം ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ് ഡ്രിങ്കിങ് വാട്ടർ ഫോർ ഇറിഗേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസസ് ആൻഡ് ഓൾസോ റെഗുലേറ്റ് ക്ലൈമറ്റ് ത്രൂ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇസ് എ പാർട്ട് ഓഫ് എ വാട്ടർ സൈക്കിൾ. അപ്പോൾ ഹൈഡ്രോസ്ഫിയർ എന്താണെന്ന് മനസ്സിലായോ? ഹൈഡ്രോസ്ഫിയർ അക്വാട്ടിക് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നു, നമുക്ക് ആവശ്യമായ ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ ഇൻഡസ്ട്രിയൽ, ഇറിഗേഷൻ, അഗ്രികൾച്ചർ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ക്ലൈമറ്റ് റെഗുലേഷനെ സഹായിക്കുന്നു ആൻഡ് ഓൾസോ ദ വാട്ടർ സൈക്കിളിലും ഹൈഡ്രോസ്ഫിയർ വളരെയധികം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? നെക്സ്റ്റ് വൺ ഈസ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നമുക്ക് മെയിൻലി എന്ത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ ആണ് പഠിക്കാനുള്ളത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം, ബിക്കോസ് ഇതൊരു 10 മാർക്ക് എസ്സേ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. ഓക്കെ, സോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ലൈഫ്. ജീവനുള്ള വസ്തുക്കൾക്ക് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആരാണ് കൊടുക്കുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് സോളാർ റേഡിയേഷൻ നിന്ന് ഹെൽപ്പ് ചെയ്യും. ഹാർഫുൾ സോളാർ റേഡിയേഷൻ നിന്ന് നമ്മുടെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യും. ആൻഡ് ഓൾസോ റെഗുലേറ്റ് ദ എർത്ത് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ആൻഡ് ഓൾസോ നമ്മുടെ ക്ലൈമറ്റും വെതറും ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്. സോ നെക്സ്റ്റ് ഇസ് ലിത്തോസ്ഫിയർ. സോ ലിത്തോസ്ഫിയർ നോക്കുമ്പോഴത്തേക്കും മെയിൻലി 3 കാര്യങ്ങളാണ് അതിൽ വരുന്നത്, അതിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത്. ഒന്ന് ക്രസ്റ്റ്, രണ്ടാമത്തെ മാന്റിൽ ആൻഡ് കോർ. ക്രസ്റ്റ് എന്ന് പറയുന്നത് തിൻ ഔട്ടർ ലെയർ ഓഫ് ദി എർത്ത് ആണ്. ക്രസ്റ്റ് എന്ന് പറയുന്നത് തിൻ ഔട്ടർ ലെയർ ഓഫ് ദി എർത്ത് ആണ്. ഇനി അത് കഴിയുമ്പോൾ വരുന്നതാണ് മാന്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ സെമി സോളിഡ് റോക്ക് ബിനീത്ത് ദ ക്രസ്റ്റ്. അപ്പോൾ ക്രസ്റ്റിന് ബിനീത്തായിട്ട് കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? മാന്റിൽ എന്ന് പറയുന്നത്. ഇത് ഒരു സെമി സോളിഡ് റോക്ക് ലെയർ ആണ്. ഇനി അതിന് ഇന്നറിലായിട്ട് കാണുന്നതാണ് കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നറിൽ സോളിഡും ഔട്ടറിൽ എന്താണ്? ലിക്വിഡ് കോറുമാണ്. ഓക്കെ, ഇന്നറിൽ സോളിഡും ഔട്ടർ ലിക്വിഡ് കോറുമാണ് ഈ കോർ എന്ന് പറയുന്നത്. ഇറ്റ് മോസ്റ്റ്ലി അയൺ ആൻഡ് നിക്കൽ ആയിരിക്കും മെയിൻലി അത് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ഇറ്റ് പ്രൊവൈഡ് ഹാബിറ്റാറ്റ് ഫോർ ടെറസ്ട്രിയൽ ലൈഫ്. ടെറസ്ട്രിയൽ ലൈഫുകൾക്ക് ഹാബിറ്റാറ്റ് കൊടുക്കുന്ന ആരാണ്? ലാൻഡ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ ആണ്. പിന്നെ ഇതിൽ മെയിൻലി എന്തൊക്കെ കാര്യങ്ങൾ? നമ്മുടെ മിനറൽസും ഫോസിൽ ഫ്യൂൽസും ബിൽഡിംഗ് മെറ്റീരിയൽസും ഒക്കെ കാണുന്നത് എവിടെയാണ്? ഈ ലിത്തോസ്ഫിയറിലാണ്. ഇനി പ്ലാന്റ് ഗ്രോത്ത് അല്ലെങ്കിൽ സോയിൽ ഫെർട്ടിലിറ്റി ആർക്കുണ്ട്? ഈ ലിത്തോസ്ഫിയറിലുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് റെഗുലേറ്റ് ദ നാച്ചുറൽ പ്രോസസ് ലൈക്ക് ഇറോഷൻ ആൻഡ് ന്യൂട്രിയൻ സൈക്കിൾ. ഇസ് ക്ലിയർ? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ് എൻവയോൺമെന്റ് ആണ്. 3 സ്ട്രക്ചറിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്: ക്രസ്റ്റ്, മാന്റിൽ ആൻഡ് കോർ. ക്രസ്റ്റ് ഇസ് എ തിൻ ഔട്ടർ ലെയർ ഓഫ് ദ എർത്ത് ആൻഡ് മാന്റിൽ ഇസ് എ സെമി സോളിഡ് റോക്ക് ലെയർ beneath the crust and core is a inner is solid and outer is liquid core mostly contain iron and nickel. Is it clear? Then the last one is the biosphere. So biosphere എന്ന് പറയുന്നത് consist of all living things ആണ്, like plants, animals and microorganisms ആണ്. Bio means life അല്ലേ. അപ്പോൾ ബയോസ്ഫിയറിൽ മെയിൻലി എന്താണ്? ജീവനുള്ള വസ്തുക്കൾ, ലൈക്ക് ലിവിംഗ് തിങ്സ് ആണ്, ലിവിംഗ് ഓർഗാനിസംസ് ആണ് എന്തിലുള്ളത്? ബയോസ്ഫിയർ ഉള്ളത്. ഫൗണ്ട് ഇൻ ദ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറും അറ്റ്മോസ്ഫിയറിലും കാണുന്നതാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് മെയിൻറ്റെയിൻ ദ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഫെസിലിറ്റേറ്റ് ദി എനർജി cycles, nutrient and energy cycles, and also regulate the atmospheric gases through photosynthesis and respiration, and also support the biodiversity and ecosystem stability. Okay, biosphere എന്താണെന്ന് കണ്ടല്ലോ. ബയോസ്ഫിയർ എന്ന് പറയുന്നത് consist of all living organism ആണ്. It is a part of the atmosphere, biosphere and hydrosphere and functions നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളായിരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എൻവയോൺമെന്റ് പഠിച്ചു, എൻവയോൺമെന്റ് പ്രിൻസിപ്പിൾസ് പഠിച്ചു, പിന്നെ അതുപോലെ തന്നെ വേരിയസ് സെഗ്മെന്റ്സ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻസും പഠിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ watching. Thank you.